വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലെമൺ കേട്. ഈ വീഡിയോ കാണുന്ന ഒരുമാതിരിപ്പെട്ട ആർക്കും എന്താണ് ഈ സംഭവം എന്ന് പിടിയിട്ട് കാണാൻ ലെമൺ ഫില്ലിങ്, ലെമൺ കേട് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും ലെമൺ കേട് നമ്മൾ ലെമൺ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ലെമൺ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റായ ഫില്ലിംഗ് ആണ് ലെമൺ കേട് അഥവാ ലെമൺ ഫില്ലിങ്. അപ്പം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ലെമൺ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന നോക്കാം എന്ന്. ഹിയർ ഈസ് റെസിപ്പി. Let's go to the bake shop. ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഐസ് ഇട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ലെമൺ സെസ്റ്റ് ഉണ്ടാക്കാം. ലെമൺ ഗ്രേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലെമണിൻ്റെ ജസ്റ്റ് മാത്രം എടുക്കാവുള്ളൂ. ആ മഞ്ഞ കളറുള്ള ഭാഗം ഒരു കാരണവശാലും വൈറ്റ് എടുക്കരുത്. വൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് തന്നെ എടുക്കാൻ പറയുന്നത്. മൈക്രോ പ്ലെയിനർ വെച്ചാണ് ഞാനത് ജസ്റ്റ് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ ഗ്രേറ്റർ നിങ്ങൾക്ക് കാണാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. ഇപ്പം ഒരുപാട് പേർക്കൊരു സംശയം കാണും, എന്തുകൊണ്ടാണ് ഷെഫ് ലെമൺ കേക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ലെമൺ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഓരോ കേക്കുകൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഓതൻറ്റിക് ആയിട്ടൊരു ഫ്ലേവറുണ്ട് എല്ലാ ക്രീമുകൾക്കും. അപ്പം ഈ ക്രീം നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ലെമൺ കേക്കിന് വേണ്ടിയാണ്. ലെമൺ കേക്കിൻ്റെ ബേസാണിത്. അതുകൊണ്ടാണ് നമ്മൾ ലെമൺ കേക്ക് ആദ്യമേ തന്നെ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബട്ടർ ഒഴികെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ലെമൺ സെസ് ഇട്ട ആ ബോളിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ളൊരു സംശയമായിരിക്കും, ഇപ്പം ഇത് ഷെഫ് ഇപ്പോൾ ലെമൺ ജ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലെമണിൻ്റെ ടേസ്റ്റ് ആയിരിക്കുമെന്നും. ഒരിക്കലുമില്ല. നമ്മൾ ബാലൻസ് ചെയ്താണ് എപ്പോഴും ലെമണിൻ്റെ ഫ്ലേവറും ഷുഗറും എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് നമ്മൾ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ലെമണിൻ്റെ കൂടുതൽ ഫ്ലേവർ വരില്ല. ഇപ്പോൾ ഷുഗർ കൂടുതൽ വേണ്ട ആൾക്കാർക്ക് എക്സ്ട്രാ കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ചാണ് നമ്മളിനി എഗ്ഗ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു കാരണവശാലും നമ്മൾ വെള്ളം ആ പാത്രം ഫുള്ളായിട്ട് എടുക്കാൻ പാടില്ല. പകുതി വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ വെക്കുന്ന പാത്രം മുകളിൽ വന്നു കഴിയുമ്പോൾ തന്നെ സ്റ്റീം കൊണ്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരുപാട് നേരം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് സ്ക്രാമ്പിൾഡ് എഗ്ഗായി പോകും. അപ്പം അതൊരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വൺസ് വെള്ളം ഒന്ന് ബോയിലായി കഴിയുമ്പം തീ കുറച്ചിട്ട് വേണം ബോയിൽ ചെയ്യാൻ. അതിനുശേഷം സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് തിക്കാക്കാനേ പാടുള്ളൂ. എന്തിനാണ് ഈ ബാറ്റർ നമ്മൾ ഡബിൾ ബോയിലറിൽ വെച്ച് ചൂടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൽമോണില്ല ബാക്ടീരിയാസ് ഉണ്ട് നമ്മുടെ മുട്ടയ്ക്കകത്ത്. അതായത് ചിക്കനിലുള്ള ബാക്ടീരിയ തന്നെ മുട്ടയ്ക്കകത്തുണ്ട്. അപ്പോൾ ആ ബാക്ടീരിയനെ നോൺ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് സമയം നമ്മളിത് കീപ്പ് ചെയ്യുവാണെങ്കിൽ ഇത് കേടായപ്പം നമുക്കൊരു 7 ദിവസം മാത്രമേ ഉള്ളൂ ഈ ഉണ്ടാക്കുന്ന നമ്മുടെ ഈ ഫില്ലിങ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നന്നായിട്ട് നമ്മുടെ ലെമൺ മിക്സ്ചർ തിക്കായി വരുന്ന സമയത്ത് നമുക്കെടുത്ത് ഐസിലോട്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ ബട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ എന്തിനാണ് ഐസ് ബാത്തിൽ നമ്മൾ ഉണ്ടാക്കിയ മിക്സർ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ എഗ്ഗ് സ്റ്റീം കൊണ്ട് നമ്മുടെ ആ എഗ്ഗ് നല്ലോണം ചൂടാണ്. അപ്പോൾ വീണ്ടും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സാധാരണ പ്ലെയിൻ ആയിട്ടെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുക്കായി സ്ക്രാമ്പിൾഡ് എഗ്ഗ് ആവും. അതിന് പകരം ഐസേ വെക്കുകയാണെങ്കിൽ ഐസേ വെച്ച് മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ടെമ്പറേച്ചർ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഐസേ വെച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ലെമൺ കേട് അതായത് ലെമൺ ഫില്ലിങ് ഏകദേശം നമുക്ക് 7 ദിവസം വരെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ 1 ദിവസം മുമ്പ് ഉണ്ടാക്കി വെക്കണത്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടില്ല എങ്ങനെയാണ് ലെമൺ ഫില്ലിംഗ് ഉണ്ടാക്കുന്നുള്ളത്. ഈ ലെമൺ ഫില്ലിംഗ് നമുക്ക് ഇനി ബേക്ക് ചെയ്യാനും സാധിക്കും. ടാർട്ട്, പൈ അതുകളിലൊക്കെ ഇട്ട് നമുക്ക് ബേക്ക് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ കേക്കുകളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനും സാധിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണുള്ള അടുത്ത
വരുന്ന വീഡിയോ നമ്മുടെ ഏതാണ്, ലെമൺ കേക്കാണ്. ലെമൺ കേക്ക് എങ്ങനെയാണ് ഏറ്റവും ലോ കോസ്റ്റിൽ 1 kg ലെമൺ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിംഗ് കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒരു സെക്ഷൻ ഉണ്ട്, ഫോറം എന്നാണ് അതിന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസും അവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള ജെനുവിൻ കമൻറ്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ചെയ്യാം. ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം സീ യു നെക്സ്റ്റ് ടൈം.